നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ മേമലക്കാരൻ ബൈജു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിരന്തരം പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവണത ഇതുപോലത്തുള്ള ഈ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷമത്തിൽ ബാധകനായിരിക്കുന്ന ആ പശുവിൻ്റെ ഉടമസ്ഥനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ലോഡർ പ കേട്ടോ. ലോഹിത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടത് ഏറ്റവും അധ്വാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. അത് ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളിയുടെ പശുവാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് എത്ര ദിവസമായി അത് സംഭവം? രണ്ടാഴ്ച കഴിഞ്ഞു അല്ലേ? എത്ര പശുക്കളായിരുന്നു? 3 ഇപ്പം പെറ്റത് ഒരെണ്ണം കൊണ്ട് പോയി, നേരത്തെ 2 അതായത് ഇപ്പം പെറ്റതിൽ ഇപ്പം പാലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ പാലെടുത്തത്. ശരി, ഓരോ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇച്ചിരി കാര്യങ്ങൾ നമ്മൾ പൈസ ചെലവിനുള്ളതൊക്കെ എടുത്തോണ്ടിരിക്കുക. അത് ഒറ്റ കറന്നിട്ട് വീട്ടവള് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അന്ന് രാത്രി തന്നെ പശുവിനെ മോഷ്ടിച്ചോണ്ട് പോയി. മോഷ്ടിച്ചോണ്ട് ഇത് കസാപ്പിന് തന്നെ കൊണ്ടുപോയതാ. കിടാവ് വീട്ടിൽ ഉണ്ട് അല്ലേ? പിന്നെ വേറൊരു ദിവസം ചെറിയ പശുണ്ട്, അതിന് പാല് കുറവ്, അതിന്റെ പാലെടുത്ത് ഇതിന് കൊടുക്കുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, അതായത് പോലീസുകാരൊക്കെ അറിയിച്ചിട്ട് അവർ വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് നമുക്ക് മാത്രമല്ല ഒട്ടനവധി ഇപ്പോൾ സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒട്ടനവധി സംഭവങ്ങൾ നിലവിലുണ്ട്. അപ്പം ഈ വീഡിയോ പരമാവധി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ എത്തിക്കുവാനും ഇതിന് എന്താ പറയുക, ഈ മോഷ്ടാക്കളെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി തന്നെ ഈ പോസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇന്ന് ഈ അച്ചാൻ്റെ ആയിരിക്കും, നാളെ മറ്റുള്ള ആളുടെ. അപ്പം ഈ പ്രദേശത്ത് നിരന്തരം ഈ രാത്രികാല അളവിൽ ഈ പശു മോഷ്ടി എന്ന് പറഞ്ഞാൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടുവാൻ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധരെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയുണ്ടെങ്കിൽ നമ്മൾ പൊതുവിൽ കാണുന്ന എല്ലാ ജനങ്ങളും അത് ശക്തമായി എതിർക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.